എടുത്തു. അങ്ങനെ വളരെ നാച്ചുറൽ ആയിട്ടുണ്ട്. ഹായ്, കോട്ടയം മലരിക്കലാണെന്ന് പോകുന്നത്. ഇത് കോട്ടയത്ത് നിന്ന് വെറും 10 കിലോമീറ്ററേ ഉള്ളൂ. ഞങ്ങൾ കസിൻസ് എല്ലാം കൂടെയാണ് പോകുന്നത്. ഗൂഗിൾ മാപ്പൊക്കെ നോക്കിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഏകദേശം ഞങ്ങൾ 6 മണിയൊക്കെ ആയപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഗേൾസ് ഓൺലി ട്രിപ്പാണ്. ആമ്പൽപ്പൂ വിരിഞ്ഞത് കാണാനായിട്ട് പോയത് ഞങ്ങളുടെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. ഞങ്ങളവിടെ 6:45 കഴിഞ്ഞപ്പോൾ എത്തി. അപ്പോൾ ആദ്യം ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്യാനായിട്ട് ആ വീടിൻ്റെ ഫ്രണ്ടിലിട്ടു. അപ്പോൾ ഇവിടുത്തെ ചേച്ചിമാരിങ്ങനെ ചോദിക്കും പൂ വേണോ എന്നൊക്കെ. ഓൾറെഡി നമ്മുടെ വള്ളത്തിലുണ്ട്, പക്ഷെ ഞങ്ങൾ വാങ്ങിച്ചൊന്നും ഇല്ല. പിന്നെ ആട്ടെ എന്നൊക്കെ പറഞ്ഞ് മുന്നോട്ട് പോയി. ഇപ്പോൾ ആദ്യത്തെ സ്പോട്ടെന്ന് പറയുന്നത് ഇവിടുന്ന് വേണമെങ്കിലും കയറാം. അപ്പോൾ അവരിങ്ങനെ നിർബന്ധിക്കുന്നുണ്ടായിരുന്നു അവിടുന്ന് കയറാനായിട്ട്. പിന്നെ ഈ മരം കണ്ടോ, ഈ ഇല കണ്ടോ, ഭയങ്കര ഷേപ്പിൽ നിൽക്കുന്നു. ജസ്റ്റ് ഒന്ന് എടുത്തതാണ് അവിടുന്ന്. പിന്നെ ഞങ്ങളിങ്ങനെ അവിടുത്തെ ജസ്റ്റ് സറൗണ്ടിങ്സ് ഒക്കെ നോക്കി. കുറച്ചും കൂടെ ഫ്രണ്ടിലോട്ട് പോയിട്ടുള്ള രണ്ടാമത്തെ സ്പോട്ടിലായിട്ടാണ് ഞങ്ങൾ കയറുന്നത്. അപ്പോൾ അതാണ്ട് ഞങ്ങളുടെ വള്ളം അവിടെ കിടപ്പുണ്ട്. ഞങ്ങളിങ്ങനെ ചോദിക്കുകയാണ്, ഇത് ഈ വള്ളത്തിൽ കയറി പോകാനായിട്ടാണ്. അപ്പോൾ അവിടുത്തെ ചേട്ടൻ പറഞ്ഞു അവിടെ വള്ളം റെഡിയാണ്, പോവാം എന്നൊക്കെ പറഞ്ഞു. ഞങ്ങളിങ്ങനെ ചോദിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ്. ഇത് കണ്ടോ, ഓൾറെഡി വള്ളത്തെ പൂക്കളുണ്ട് അവിടെ. ഞങ്ങൾ വള്ളത്തിൽ കയറുന്നതിന് മുമ്പ് ചെറിയൊരു ഫോട്ടോസൊക്കെ എടുത്തു. ഇവിടെ ഹോട്ടൽസൊക്കെ അവൈലബിൾ ആണ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഫോട്ടോസൊക്കെ എടുത്തു തരാനായിട്ടും അവിടെ ഒരു പോസ്റ്റർ ഞാൻ കണ്ടായിരുന്നു. അപ്പം ഞങ്ങളെല്ലാവരും ഒന്ന് സെറ്റ് ചെയ്ത് പതുക്കെ കയറിക്കൊണ്ടിരിക്കുക. ഞങ്ങൾക്ക് എല്ലാവർക്കും പേടിയുണ്ട്. കാരണം ഇതിങ്ങനെ കയറുമ്പോഴത്തേനും ഇങ്ങനെ ആടുന്നതുകൊണ്ടൊക്കെ ഒരു ഭയങ്കര പേടിയായിരുന്നു. പിന്നെ ഞങ്ങളെല്ലാവരും എങ്ങനെയൊക്കെയോ കയറിയ. ചേട്ടൻ ഭയങ്കര സപ്പോർട്ടീവായിരുന്നു. അപ്പം അങ്ങനെ ഞങ്ങളെല്ലാവരും കയറി വള്ളത്തിൽ ഇരുന്നു. ഇതൊക്കെ വള്ളത്തിൽ കയറിയിട്ടുള്ള ആദ്യത്തെ ചില ഫോട്ടോസൊക്കെയാണ്. ഏകദേശം നമുക്ക് 1 അവറോളമാണ് ഇവിടെ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നത്. അതുപോലെ പെർ ഹെഡ് നമുക്ക് 100 റുപ്പീസാണ്. ഏറ്റവും നല്ലൊരു ടൈം ഇവിടെ വിസിറ്റ് ചെയ്യാൻ പറ്റിയത് മൺസൂൺ സീസണാണ്. ജൂലൈ ടു ഒക്ടോബറൊക്കെയാണ് നല്ലൊരു സമയം. 6:30 മുതൽ 8:30 വരെയാണ് ബെസ്റ്റ് ടൈം ഇവിടെ എല്ലാം ഒന്ന് കാണാനായിട്ട്. അത് കഴിഞ്ഞ് പിന്നെ ഭയങ്കര വെയിലൊക്കെ വരും. അപ്പം നമുക്ക് 6 മണി മുതൽ ഇവിടെ അവൈലബിൾ ആണ് വള്ളം. ഇവിടെ 600-700 ഏക്കറോളം നെൽകൃഷി ചെയ്യുന്ന ഇടമാണ്. ശരിക്കും ഈ യാത്ര ചെയ്യാൻ നല്ല രസമാണ്. ഇങ്ങനെ ഇരുന്ന് കണ്ട് ആസ്വദിച്ച് നമുക്കിങ്ങനെ പോകാനായിട്ട് പറ്റും. ശരിക്കും ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എണീറ്റ് മാറുമ്പം ഈ വള്ളം ചെറുതായിട്ട് അനങ്ങുമ്പോൾ ഒക്കെ ഞങ്ങൾക്ക് പേടിയാവും. പക്ഷേ അറ്റ് എ ടൈം 5 പേർക്കൊക്കെ നിൽക്കാവുന്നതാണ്. അങ്ങനെ ആ ചേട്ടൻ പറഞ്ഞത്. പിന്നെ ഈ പൂ കണ്ടോ, നല്ല ക്യൂട്ടാണ്. ഇത് ശരിക്കും ഇത് തൊടുമ്പോൾ ഭയങ്കര സോഫ്റ്റായിട്ടുള്ള പൂവാണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ നല്ല രസമാണ്. ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതിൽ. ഞങ്ങളിങ്ങനെ വള്ളത്തിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അടുത്ത ആമ്പൽപ്പൂവൊക്കെ കാണുമ്പോൾ ഞങ്ങൾ പറിക്കും കേട്ടോ. പിന്നെ അതുപോലെ വെള്ള ആമ്പലും ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ അതൊക്കെ ഞങ്ങളിങ്ങനെ പറിച്ചെടുക്കുന്നുണ്ട്. ഞങ്ങളൊരു സൺഡേ ആയിരുന്നു പോയത്. അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ നമുക്ക് ബോട്ടും കാണാൻ പറ്റും കേട്ടോ. ബോട്ടിൽ യാത്ര ചെയ്യുന്നവരും ഉണ്ട്. പക്ഷേ ഇങ്ങനെയുള്ള
ഒരു ശരിക്കും എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ നമ്മൾ വള്ളം തന്നെ ചൂസ് ചെയ്യുന്നതാണ് നല്ലത്. നമ്മളിങ്ങനെ വെള്ളത്തിലേക്ക് നോക്കുമ്പോൾ കുഞ്ഞു ചെറിയ മീനുകളൊക്കെ കാണാനായിട്ട് പറ്റും. ഈ ആമ്പൽപ്പൂവിൻ്റെ ഇല തന്നെ കാണാൻ നല്ല രസമാണ്. കണ്ടോ, വൈറ്റ് ആമ്പൽപ്പൂവാണ് എനിക്ക് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടത്. നല്ല രസമുണ്ട് അതിലേക്ക് നോക്കുമ്പോൾ. അതിൻ്റെ ഇടയ്ക്ക് ചേട്ടൻ ഒരു ചെറിയ മാലയൊക്കെ ഉണ്ടാക്കി തന്നു. വളരെ പെട്ടെന്നാണ് ചേട്ടൻ അത് ഉണ്ടാക്കി എടുക്കുന്നത്. അതുപോലെ ഇവിടെ പല ഫോട്ടോഷൂട്ടൊക്കെ നടക്കുന്നുണ്ട്. സേവ് ദ ഡേറ്റിൻ്റെ ഒക്കെ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ എനിക്ക് പേഴ്സണലി ഒരു കാര്യം മനസ്സിലായത്, ഇങ്ങോട്ട് വരുമ്പോൾ നമ്മൾ കുറച്ചും കൂടി ട്രഡീഷണൽ ആയിട്ടുള്ള സാരീസോ അങ്ങനെ എന്തെങ്കിലും എടുക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഈ ഒരു ആംബിയൻസിന് പറ്റിയത് അങ്ങനത്തെ ഡ്രസ്സസൊക്കെ യൂസ് ചെയ്യുമ്പോഴാണ് കുറച്ചും കൂടെ നമ്മുടെ ഫോട്ടോസ് നന്നായിട്ട് കിട്ടുന്നത്. അപ്പം അങ്ങനെ തോന്നി. പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന ഡ്രസ്സസ് വെള്ള കുഴപ്പമില്ല, ഓക്കെയാണ്. അതുപോലെ ഗോൾഡൻ കുഴപ്പമില്ല. അങ്ങനത്തെ കളേഴ്സൊക്കെ യൂസ് ചെയ്യുന്നതാണ് കുറച്ചും കൂടെ, എനിക്ക് പേഴ്സണലി അങ്ങനത്തെ എടുക്കുന്നതായിരിക്കും നല്ലതെന്ന് തോന്നി. ഇടയ്ക്ക് ഞങ്ങൾക്ക് വെയിലിൻ്റെ ഇഷ്യൂ കൊണ്ട് ശരിക്കും ഫോട്ടോസ് ക്ലിയർ ആയി കിട്ടുന്നില്ലായിരുന്നു. അപ്പോൾ ചേട്ടൻ ഞങ്ങൾക്ക് വള്ളം നന്നായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് തന്നു ഫോട്ടോസ് എടുക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ ആ സമയത്ത് വള്ളം മൂവ് ചെയ്യാതെയാണ് ഇടുന്നത്. ഇത് സേവ് ദ ഡേറ്റിൻ്റെ ഫോട്ടോസ് എടുക്കുന്നതാണ്. ഇവിടെ കണ്ടോ, അധികം ആഴമില്ല. അതുകൊണ്ട് തന്നെ ഫോട്ടോഗ്രാഫേഴ്സ് അവിടെ ഇറങ്ങി നിന്നൊക്കെയാണ് ഫോട്ടോസ് എടുത്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഏതായാലും നല്ല ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയൊരു സ്പോട്ടാണ് ഇവിടെ. നല്ല രസമാണ് ഇതൊക്കെ കണ്ട് നമുക്കൊന്ന് എക്സ്പ്ലോർ ചെയ്യാനായിട്ടാണേലും. ഇടയ്ക്ക് ചേട്ടൻ തോണി തുഴയാനായിട്ട് തന്നു. അപ്പം വലിയ കാര്യമായിട്ടുള്ള അനക്കമൊന്നും സംഭവിച്ചില്ലെങ്കിലും ചെറിയ രീതിയിലൊക്കെ ഒരു മാറ്റങ്ങളുണ്ടായിരുന്നു. ഞങ്ങളുടെ മെയിൻ പരിപാടി ഫോട്ടോസ് എടുക്കുക, വീഡിയോസ് എടുക്കുകയൊക്കെ ആയിരുന്നു. അപ്പോൾ പല രീതിയിലാണ് ഞങ്ങൾ ഫോട്ടോസ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും ആര് മാറുന്നു, ആര് ഫ്രണ്ടിലോട്ട് വരണം, അങ്ങനെയുള്ള ഡിസ്കഷനാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ശരിക്കും നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇത് കണ്ടുകൊണ്ടൊക്കെ ഇരിക്കാനായിട്ടാണേലും. ഇവിടെ വന്നെന്ന് വെച്ച് നമുക്കൊരു നഷ്ടവും സംഭവിക്കത്തില്ല. നമുക്ക് കുറേ ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട് പറ്റും. അതുപോലെ നമുക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ശരിക്കും പറഞ്ഞാൽ. അതുപോലെ വള്ളം യൂസ് ചെയ്യാനായിട്ടാണേലും അധികം പൈസയൊന്നും വാങ്ങുന്നില്ലല്ലോ. അതുകൊണ്ട് തന്നെ നല്ലൊരു രസമാണ് ഇവിടെ നമുക്ക് വരാനായിട്ടാണേലും. അതുപോലെ ആ തെങ്ങ് നിൽക്കുന്നതിൻ്റെ അപ്പുറം ആലപ്പുഴയാണെന്നാണ് ചേട്ടൻ പറഞ്ഞത്. അതുപോലെ ഈ ചേട്ടനും അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല വർത്തമാനമൊക്കെ പറഞ്ഞ് പോകുന്നതുകൊണ്ട് തന്നെ നല്ല രസമായിരുന്നു.
ഏകദേശം ഞങ്ങൾ ഇറങ്ങാറായിട്ടുണ്ട്. ഇറങ്ങാൻ നേരം ചേട്ടൻ പറഞ്ഞു 2 കെട്ട് പൂക്കൾ എടുത്തോളാൻ. പക്ഷെ ഞങ്ങൾ 1 കെട്ട് എടുത്തുള്ളൂ. പിന്നെ ഫോട്ടോസൊക്കെ എടുത്തു. അപ്പോൾ താങ്ക് യു.